പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഉൾപ്പെടെയുള്ള നേതാക്കൾ കേസിൽ പ്രതികളാകുമെന്ന് സൂചന. CPM നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കാൻ ED തീരുമാനിച്ചു കഴിഞ്ഞു. പ്രതികളുടെ ജാമ്യം എതിർത്ത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് CPMനെതിരെ രൂക്ഷ ആരോപണം ED ഉന്നയിച്ചത്. ED ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ആക്രമണത്തിന് പിന്നിൽ ഉന്നത CPM നേതാക്കൾ ഉൾപ്പെട്ട ഗൂഢാലോചനയാണെന്നും സാഹചര്യ തെളിവുകൾ ഇത് വ്യക്തമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി V ജോയ് ഉൾപ്പെടെയുള്ളവരുടെ മുന്നിലാണ് ആക്രമണം നടന്നത്. ഇവരുടെ പ്രകോപനപരമായ പ്രസംഗം അക്രമം നടത്താൻ അണികൾക്കുള്ള സൂചനകളായിരുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ നേതാക്കൾ അണികളെ പ്രേരിപ്പിച്ചു. CPMന്റെ ആഴത്തിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന ഈ ആക്രമണത്തിന് പിന്നിലുണ്ടെന്നും ED ആരോപിക്കുന്നു. പിണറായി വിജയന്റെ കൂടി അറിവോടെയാണ് കലാപം നടന്നതെന്നും ED വിശ്വസിക്കുന്നു. വെറുമൊരു പ്രാദേശിക ക്രമസമാധാന പ്രശ്നമല്ല അവിടെ ഉണ്ടായത്. ബോധപൂർവം നിയമവാഴ്ചയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയായിരുന്നു അത്. CPM പാർട്ടിയോ നേതൃത്വമോ ഈ കേസിന്റെ അന്വേഷണ പരിധിയിൽ നിലവിലില്ല. അതിലേക്ക് കൊണ്ടുവരിക എന്നതാണ് EDയുടെ ലക്ഷ്യം. പിണറായി വിജയൻ വീടിന് പുറത്ത് മാധ്യമങ്ങളെ കാണുമ്പോഴാണ് പുറത്ത് ED ഉദ്യോഗസ്ഥർ അക്രമത്തിന് ഇരയാകുന്നത്. ഇക്കാര്യം അപ്പോൾ തന്നെ പിണറായി അറിഞ്ഞതായി ED മേധാവികൾ വിശ്വസിക്കുന്നു. എന്നിട്ടും തിരുത്താൻ തയ്യാറായില്ല. അതിലാണ് EDക്ക് പ്രകോപനമുണ്ടായത്. പ്രതി T വീണ താമസിക്കുന്ന വീട്ടിലാണ് ED ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയത്. പിണറായി വിജയനെ ചോദ്യം ചെയ്തിട്ടില്ല. എന്നിട്ടും ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. പിണറായിയെ ചോദ്യം ചെയ്തെന്ന മട്ടിൽ വ്യാജ പ്രചാരണമുണ്ടായി. ഇക്കാര്യം പിണറായി നിഷേധിച്ചില്ല. ആക്രമണത്തിന് ആസൂത്രണ ശ്രമം നടന്നെന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. റോഡിന്റെ പല ഭാഗങ്ങളായി ആയുധങ്ങളുമായാണ് പ്രവർത്തകർ നിന്നത്. പോലീസ് ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ED ഉദ്യോഗസ്ഥർ വധിക്കപ്പെടുമായിരുന്നു. ED ഉദ്യോഗസ്ഥർക്ക് സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ചാണ് മീണയുടെ വീട്ടിൽ പരിശോധനയെന്നും ED റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പ്രതികളുടെ ഉദ്ദേശമെന്നും അതിനാണ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ അവർ പാഞ്ഞെടുത്തതെന്നും തങ്ങളുടെ പ്രവൃത്തി ഉദ്യോഗസ്ഥരുടെ മരണത്തിന് ഇടയാക്കുമെന്നും പ്രതികൾക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നെന്നും കോടതിയുടെ നിരീക്ഷണമുണ്ടായി. ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനങ്ങൾ തകർത്ത് പ്രതികൾ പൊതുമുതൽ നശിപ്പിച്ചതായും കോടതി കണ്ടെത്തി. അതായത് ED നൽകിയ റിപ്പോർട്ടിനോട് കോടതി യോജിച്ചെന്ന് ചുരുക്കം. അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് അവർ ചെയ്ത കുറ്റം ലഘൂകരിക്കുന്നത് പോലെ ആകുമെന്ന വിലയിരുത്തലും കോടതി നടത്തി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ 3 പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ടാനിയം മറിയം ജോസാണ് ഈ നിരീക്ഷണം നടത്തിയത്. വട്ടിയൂർക്കാവ് മാർക്കറ്റ് ലൈൻ അനിൽ നിവാസിൽ അനിൽകുമാർ, മണക്കാട് ആറ്റുകാൽ പാടശ്ശേരി രാമചന്ദ്ര നിലയത്തിൽ SL വിജയ്, മണക്കാട് കിള്ളിത്തറ പുത്തൻവീട്ടിൽ നിഷാദ് എന്നീ പ്രതികളുടെ ജാമ്യ ഹർജിയാണ് കോടതി തള്ളിയത്. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ കല്ലമ്പള്ളി മനുവിന്റെ വാദം അംഗീകരിച്ചാണ് കോടതി നടപടി. അതിനിടെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി IP ബിനു ഉൾപ്പെട്ട 8 പ്രതികൾ കൂടി ജില്ലാ കോടതിയിൽ ജാമ്യ ഹർജി ഫയൽ ചെയ്തു. ഹർജികൾ ജൂലൈ 3 കോടതി പരിഗണിക്കും. എന്നാൽ ഹൈക്കോടതിയിൽ നടന്നത് മറ്റ് ചില സംഭവ വികാസങ്ങളാണ്. 27 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നപ്പോൾ പോലീസ് എന്ത് ചെയ്തെന്ന ചോദ്യമാണ് ഹൈക്കോടതി ഉയർത്തിയത്. കസ്റ്റഡിയിൽ ലഭിക്കാൻ അപേക്ഷ നൽകിയിരുന്നോ എന്ന് ആരാഞ്ഞ കോടതി ഏകപക്ഷീയമായി ജാമ്യം റദ്ദാക്കാനാവില്ലെന്നും കേസുമായി ബന്ധപ്പെട്ടവരെ വിശദമായി കേൾക്കേണ്ടതുണ്ടെന്നും വ്യക്തമാക്കി. തുടർന്ന് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ 9ാം പ്രതി ഹരീഷ് കുമാറിന് നോട്ടീസ് അയക്കാൻ ജസ്റ്റിസ് CS ഡയസ് ഉത്തരവിട്ടു. കേസ് വീണ്ടും ജൂലൈ 13 പരിഗണിക്കും. SFI നേതാവായ ഹരീഷ് കുമാറിനെ തിരുവനന്തപുരം സെഷൻസ് കോടതി നൽകിയ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ മീഡിയം നൽകിയ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്ത ശേഷം മടങ്ങുകയായിരുന്ന ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 25 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ 9ാം പ്രതി SFI നേതാവ് ഹരീഷ് കുമാറിന് കോടതി കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചിരുന്നു. കേസിൽ ഹാജരായ പ്രോസിക്യൂട്ടർ കസ്റ്റഡി ആവശ്യമില്ലെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ജാമ്യം അനുവദിച്ചതെന്ന വിധത്തിൽ വിവാദങ്ങളും ആരംഭിച്ചു. പിന്നാലെ സർക്കാർ മീഡിയം ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ആക്രമണത്തിൽ പങ്കെടുത്ത 25 പേരെ മാത്രമാണ് ഇതുവരെ
അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. പല പ്രതികളും രാജ്യം വിട്ടുപോയതായി സംശയിക്കുന്നു. അന്വേഷണം നിർണായക ഘട്ടത്തിലാണ്. ആക്രമണത്തിന് പിന്നിലെ പണമിടപാടുകൾ കണ്ടെത്താൻ പ്രതികളിൽ നിന്നും പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളുടെ ഫോറൻസിക് പരിശോധന ഫലം വരാനിരിക്കുന്നതേയുള്ളൂ. നിലവിൽ 9ാം പ്രതിക്ക് ലഭിച്ച ജാമ്യ ഉത്തരവ് നിയമപരമായി നിലനിൽക്കുന്നതല്ല. അത് അന്വേഷണത്തെ ബാധിക്കുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ ഒരു ഭാഗം മാത്രം കേട്ട് തീരുമാനമെടുക്കാൻ പറ്റില്ലെന്നും കുറ്റകൃത്യത്തിൽ ഓരോ പ്രതിയുടെ കൃത്യമായ പങ്കാളിത്തം മനസ്സിലാക്കണമെന്നും കോടതി പറഞ്ഞു. 9ാം പ്രതിയുടെ പങ്ക് എന്താണെന്നും ആരാഞ്ഞ കോടതി മറുഭാഗം കേൾക്കാതെ ജാമ്യ ഉത്തരവ് ഏകപക്ഷീയമായി റദ്ദാക്കാൻ കഴിയില്ലെന്നും വ്യക്തമാക്കി. സർക്കാർ നൽകിയ കേസിൽ എതിർകക്ഷിയായ ഹരീഷ് കുമാറിനെ നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ട കോടതി തൽക്കാലം 2ാം സാക്ഷിയായ മുൻ പ്രോസിക്യൂട്ടർ ടി ഗീനാകുമാരിക്ക് നോട്ടീസ് അയക്കേണ്ടതില്ലെന്നും നിർദ്ദേശിച്ചു. ED നൽകിയ ഹർജിയിൽ സർക്കാരിനും മ്യൂസിയം പോലീസ് SHOയ്ക്കും കോടതി നോട്ടീസ് അയച്ചു. 2ാം കക്ഷിയായ ഹരീഷ് കുമാറിന് ആവശ്യമെങ്കിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാം. സർക്കാരിന് സംഭവിച്ച ഒരു പിഴവാണ് ഇത്തരമൊരു നീക്കം ഹൈക്കോടതിയിൽ നിന്നുണ്ടാവാൻ കാരണം. ഗീനാകുമാരിയെ സർക്കാർ കേസിൽ എതിർകക്ഷിയായി ചേർക്കാൻ പാടില്ലായിരുന്നു. പ്രതിക്ക് ജാമ്യം നൽകിയത് ഗീനാകുമാരിയല്ല, പകരം തിരുവനന്തപുരം ജില്ലാ ജഡ്ജിയാണ്. കോടതിക്ക് തെറ്റ് സംഭവിച്ചാൽ തന്നെ കോടതി അക്കാര്യം സമ്മതിക്കുകയില്ല. പ്രത്യേകിച്ച് ഹൈക്കോടതിയിൽ നിന്ന് അത്തരം ഒരു പരാമർശം ഉണ്ടാവുകയില്ല. ഗീനാകുമാരിയുടെ പാർട്ടി എന്താണെന്ന് സർക്കാരിന് നന്നായി അറിയാമായിരുന്നു. എന്നിട്ടും പിണറായി കേസ് അവർക്ക് തന്നെ നൽകി. ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ അവധാനതയോടെ പെരുമാറേണ്ടിയിരുന്നു. അതിന്റെ ഫലമാണ് സർക്കാർ ഇപ്പോൾ അനുഭവിക്കുന്നത്. 9ാം പ്രതി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. ഇയാളുടെ ജാമ്യം റദ്ദാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ അതിക്രമ കേസിൽ പോലീസ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. കേസിൽ അതീവ നിർണായകമായ ശാസ്ത്രീയമായ പരിശോധനാ ഫലങ്ങളും ഡിജിറ്റൽ തെളിവുകളും ലഭിക്കാൻ വൈകുന്ന സാഹചര്യത്തിലാണ് തുടർ നടപടികൾ നീട്ടിവെക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. വരും ദിവസങ്ങളിൽ കേസ് കൂടുതൽ സങ്കീർണമായ നിയമയുദ്ധങ്ങളിലേക്ക് നീങ്ങുമെന്ന സൂചനയാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്നത്. തിടുക്കത്തിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് പ്രതികൾക്ക് നിയമപരമായി രക്ഷപ്പെടാൻ വഴി തുറക്കുമെന്ന ആശങ്ക ഉയർന്നതിനെ തുടർന്നാണ് പോലീസിന്റെ ഈ പിൻവാങ്ങൽ. കേസിൽ യാതൊരുവിധ വീഴ്ചകളും വരുത്താതെ സമഗ്രവും കുറ്റമറ്റതുമായ അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം മാത്രം കോടതിയിൽ കുറ്റപത്രം നൽകിയാൽ മതിയെന്ന ഉന്നത നിയമോപദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ ഈ പുതിയ തീരുമാനം. CPMന്റെ ഉന്നതതല ഗൂഢാലോചനയാണ് ആക്രമണമെന്നും ED ആരോപിച്ചിട്ടുണ്ട്. പ്രതികളെ നിയമത്തിന് മുന്നിൽ പരമാവധി തളച്ചിടുക എന്ന ലക്ഷ്യത്തോടെ കടുത്ത തന്ത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ED ഉദ്യോഗസ്ഥരെ കായികമായി ആക്രമിച്ച കേസും ഇതേ സംഭവത്തിന് തുടർച്ചയായ സ്ഥലത്തെത്തിയ പോലീസുകാരെ ആക്രമിച്ച കേസും വെവ്വേറെ ആയിട്ടായിരുന്നു പോലീസ് ആദ്യം കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ ഇവ രണ്ടും ഒരൊറ്റ സംഭവത്തിന്റെ ഭാഗമായതിനാൽ ഒന്നിച്ചു കൊണ്ടുപോകാനാണ് പോലീസിന്റെ ആലോചന. കൂടുതൽ പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നില്ലെന്ന് ഉറപ്പിക്കുകയും ചെയ്യും. ക്രമസമാധാന പാലകർക്ക് നേരെയുണ്ടായ ആക്രമണവും കേന്ദ്ര ഏജൻസിയുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി മായ 2 കേസുകളും ഒന്നിച്ചു ചേർത്ത് ഒറ്റ കുറ്റപത്രമായി കോടതിയിൽ സമർപ്പിക്കാനാണ് ഇപ്പോൾ പോലീസ് നീക്കം നടത്തുന്നത്. ഇത് പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നതിനും കേസിന്റെ ഗൗരവം കുറയ്ക്കുന്നതിനുമുള്ള സാധ്യതകൾ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്നും പോലീസ് കരുതുന്നു. അക്രമം നടത്തിയ സ്ഥലത്ത് നിന്ന് ശേഖരിച്ച ശാസ്ത്രീയ തെളിവുകളുടെയും പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും പരിശോധന ഫലമാണ് ഇനി പോലീസിന് ലഭിക്കാനുള്ളത്. സൈബർ സെല്ലിന്റെയും സ്റ്റേറ്റ് ഫോറൻസിക് ലബോറട്ടറിയുടെയും പക്കലുള്ള ഈ റിപ്പോർട്ടുകൾ കേസിൽ അതീവ നിർണായകമാണ്.